بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 80, 81 എന്നീ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നാം സൂചിപ്പിക്കുന്നത്. وقال الذين أوتوا العلم, വഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളായ ഖുസ്ദിൻ ഖിൽ എന്നീ ഹർഫുകളിൽ ഒന്നാകുന്നു ഖാഫ്. ഖാ, സാദ്, ളാദ്, ഗൈൻ, ത, ഖാഫ്, ള എന്നീ 7 ഹർഫുകൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറയുക. ഇവ എപ്പോഴും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടവയാണ്. ഇവയല്ലാത്തവ തർക്കീഖിൻ്റേതുമാണ്. وقال الذين أوتوا العلم, ഊതൂ العلم, ഊതൂ എന്നതിൽ അന്ത്യത്തിൽ വരുന്ന ദീർഘാക്ഷരമായ വാവ് അതിന് സുക്കൂനാണ്. അൽ ഇൽം എന്ന് പറയുമ്പോൾ ലാമിനും സുക്കൂനാണ് ഉച്ചാരണത്തിൽ വരുന്നത്. ഇങ്ങനെ തുടരെയായി 2 സുക്കൂനുകൾ വരുമ്പോൾ അതിൻ്റെ പരിഹാരമായിക്കൊണ്ട് ഇവിടെ ദീർഘാക്ഷരമായ വാവിനെ ഉച്ചാരണത്തിൽ നിന്നും കളയുകയാണ്. ഊതൂ എന്ന് ചേർത്ത് വായിക്കുമ്പോൾ പറയുകയില്ല, മറിച്ച് ഊതുൽ ഇൽം എന്ന് പറയുക. അഥവാ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ഹർഫുൽ മദ്ദിനെ ഹദ്ഫ് ചെയ്യുന്നു, ദീർഘാക്ഷരത്തെ ഒഴിവാക്കുന്നു. وقال الذين أوتوا العلم ويلكم ثواب الله. എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. വഖാല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തഫ്ഖീമാണെന്ന് പറഞ്ഞു. ആ ഖാഫിൻ്റെ മഖ്റജ് അഖ്സൽ ലിസാനാണ്, നാവിൻ്റെ അങ്ങേയറ്റമാണ്. വഖാ ഖാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം വരുന്നത്. അല്ലദീന ദാലിം, അൽ ഇൽം ഐൻ, ഇവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. എല്ലാ അക്ഷരവും തന്നെ കൃത്യമായി മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. വൈലക്കും സവാബുല്ലാഹ്, വൈലക്കും പദത്തിൻ്റെ അന്ത്യത്തിലുള്ള സാക്കിനത്ത് മീം അതിനെ ഇൽഹാർ ഷഫവി എന്ന നിയമം അനുസരിച്ച് മണിക്കാതെ വെളിവാക്കണം, അല്പം പോലും മണിച്ചു പോകരുത്. വൈലക്കും സവാബുല്ലാഹ്, സവാബു എല്ലാ വാവും വ്യക്തമായി 2 ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കുക. സവാബുല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക അതിലെ ലാമിനെ. സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമൻ, ഖൈറുൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഖൈറുൻ, ഖൈറുൻ എന്ന് പറയുമ്പോൾ ഖായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാ. റാഇനും തഫ്ഖീമാണ്. ഖൈറുൽ ലിമൻ, ഖൈറുൻ എന്ന തൻവീൻ ഉച്ചാരണത്തിൽ അല്പം പോലും വരികയില്ല, പൂർണ്ണമായും ഇല്ലാതാവുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഖൈറുൽ ലിമൻ, ലിമൻ ആമന സാക്കിനത്ത് നൂൻ, അതുപോലെ സാക്കിനത്ത് നൂനും ശേഷം ഹംസയും ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ലിമൻ ആമന വഅമില സാലിഹാ, ലിമൻ ആമന, അവിടെ ലിമൻ ആമന, ലിമന്ന പറയരുത്, ലിമന്ന പറയരുത്, മറിച്ച് ലിമൻ ആമന വഅമില സാലിഹാ. ഐന് ശരിയായി മൊഴിയുക, വ്യക്തമായി മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. സാലിഹ, സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക.
صالحا ولا يلقاها صالحا എന്നതിലെ തൻവീൻ ശേഷം വാവ് വന്നതുകൊണ്ട് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസാണ്, പൂർണ്ണമായും ലയിപ്പിക്കുകയല്ല, മറിച്ച് തൻവീനിൻ്റെ ശബ്ദം മണിക്കൽ വ്യക്തമായി കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലയനം, അതിന് ഇദ്ഗാം നാഖിസ് എന്ന് പറയും, ഭാഗികമായ ലയിപ്പിക്കൽ. സാലിഹൻ വലാ യുലഖാഹാ, ഇതിൽ വരുന്ന അലിഫുകളെ ശ്രദ്ധിക്കുക. വലാ യുലഖാ, ഖാ എന്ന് പറയുമ്പോൾ ഖാഫിനെയാണ് ദീർഘിപ്പിക്കുന്നത്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഖാഫ്, അതിൻ്റെ അലിഫിനും തഫ്ഖീമാണ്. എന്നാൽ ശേഷം ഹ ഉണ്ട്, തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖ് ചെയ്യണം. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനും തർക്കീഖാണ്. അപ്പോൾ ആ വ്യത്യാസം വ്യക്തമായി ഉച്ചാരണത്തിൽ ഉണ്ടായിരിക്കണം. വലാ യുലഖാഹാ വലാ യുലഖാഹാ, യുലഖാഹാ എന്നതിൻ്റെ ആദ്യത്തിലെ ഹായിൻ്റെ ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘം നൽകാം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വലാ യുലഖാഹാ ഇല്ല സ്സാബിറൂൻ, ഇല്ല അസ്സാബിറൂൻ. ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി അലിഫിനെ ഒഴിവാക്കി ഇല്ല സ്സാബിറൂൻ എന്ന് ഓതണം. അസ്സാബിറൂൻ സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് പെരുപ്പിച്ച് പറയുക സ്വരഭാരത്തോടെ. അസ്സാബിറൂൻ റാഇനും തഫ്ഖീം. അസ്സാബിറൂൻ ഫഖസഫ്നാ ബിഹി, ഫഖസഫ്നാ, എല്ലാ അക്ഷരം കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് അതേപോലെ അതിന് നൽകേണ്ട എല്ലാ സിഫത്തുകളും പൂർത്തിയാക്കി കൊടുക്കുക. ഫഖസഫ്ന, ഫ എന്ന് പറയുമ്പോൾ ഹംസിൻ്റെ അക്ഷരം കൂടാതെ അത് ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ് ഫ. എന്നാൽ ശേഷമുള്ള ഖാ ഇസ്തിഅലാൻ്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരവുമാണ്. ഫ ഖാ ഫ ഖാ ഫഖസഫ്ന, ശേഷം സീന് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖാണ്. ഫ നൂൻ എല്ലാം. ഫഖസഫ്നാ ബിഹി വബിദാരി, ബിഹി എന്നതിലെ ളമീറിനെ മദ്ദുസ്സുലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, വബിദാരിഹിൽ അർദ്, അൽ അർദ് റാഇനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം. വബിദാരിഹിൽ അർദ ഫമാ കാന ലഹ്, ഫമാ കാന ലഹ്, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഫമാ കാന ലഹു മിൻ ഫിഅ, ലഹു എന്നതിലെ ദീർഘം മദ്ദുസ്സുലത്ത് സുഗ്റയാണ്. ഹാ ളമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ വാവ് നൽകി ദീർഘിപ്പിക്കുക. ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂന, മിൻ ഫിഅത്തിൻ, മിൻ എന്നതിലെ സാക്കിനത്തെ അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫ വന്നിരിക്കുന്നു. മിൻ ഫിഅത്തിൻ, തിൻ എന്നതിലെ തൻവീൻ ശേഷം യാഹ് വന്നതിനാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. മിൻ ഫിഅത്തിൻ യൻസുറൂന, യൻസുറൂന, ഇതിൽ സാക്കിനത്തായ നൂനും ശേഷം സ്വാദുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് ഇവിടെ നൽകേണ്ടത്, കാരണം സ്വാദ് ഇസ്തിഅലാൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മീൻ ഫിയ എന്ന് പറയുമ്പോൾ തർക്കീഖാണ് മണിക്കലിലുള്ളത്. എന്നാൽ യൻസുറൂന തഫ്ഖീമാണ്. മണിക്കൽ മുതൽ ആ നൂനിൻ്റെ ഉന്നത്ത് മുതൽ സ്വാദിലേക്ക് തഫ്ഖീം ചെയ്തുകൊണ്ട് അങ്ങനെ ഉച്ചരിക്കുക. ശേഷം റാഉം തഫ്ഖീമിൻ്റെ അക്ഷരമാണ്.
ينصرونه من دون الله من دون സാക്കിനത്ത് അനൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്. നേരത്തെ പറഞ്ഞ യൻസുറൂനയുടെ നേർ വിപരീതം. മിൻ ദൂനില്ലാഹ് വമാ കാന എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. വമാ കാന മിനൽ മുൻതസിരീൻ സാക്കിൻ താനൂൻ ശേഷം താ ഇഖ്ഫ ഹഖീഖി മറച്ചു മണിച്ചുച്ചരിക്കുക. തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ്. മിനൽ മുൻതസിരീൻ സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട, തടിപ്പിക്കേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് സ്വാദിന് കൊടുക്കുക, കസ്റ ആയതുകൊണ്ട്. മിനൽ മുൻതസി എന്ന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മിനൽ മുൻതസിരീൻ റാഇന് തർക്കീഖാണ്, കാരണം അതിന് കസ്റ ആയതുകൊണ്ട്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين.